ഹലോ മൈ ഗായ്സ്, നമ്മൾ രാത്രി ചക്ക കൊണ്ടുള്ള പണിയിലാണ് കേട്ടോ. ഇപ്പം ചക്ക മാത്രമല്ല, ചക്കയും മാങ്ങയും വെച്ചിട്ടുള്ള 2 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ചക്കയുണ്ടും മാങ്ങയുണ്ടും എന്ത് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്, അത് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ പറയാം. അതിന് മുൻപേ ഇരുട്ടത്തൊക്കെ നിൽക്കുന്ന 2 ആളെ കണ്ടോ. ഒന്ന് മോനുമാണ്, പിന്നെ നമ്മളെ നാത്തൂനാണ് കേട്ടോ. അപ്പോൾ ആള് രാത്രി പുറത്തിറങ്ങിയതായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് വരുമോ എന്ന് ചോദിച്ചതാണ്. വീട്ടിലേക്ക് ഞങ്ങളവൾ കൊണ്ടാത്തത് കൊണ്ട് തന്നെ വഴിക്ക് വരുമോ എന്ന് ചോദിച്ച് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴി ഈ ഒരു ഐറ്റം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുനാഫ, പിന്നെ ചോക്ലേറ്റ്, അങ്ങനത്തെ എന്തോ ഒരു ഐറ്റമാണ്, എനിക്കറിയില്ല അതിൻ്റെ പേര്. പിസ്ത, കുനാഫ, വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുൻപ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ആ ടേസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടോ. അപ്പോൾ ഗൈസ്, ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ചിപ്സും മാങ്ങാച്ചാറുമാണ്. സുനീറയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കുക്കിങ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിതാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. ഞങ്ങളിതൊക്കെ പാക്കാക്കി സെറ്റാക്കി അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫോണും കൊടുത്തിട്ടുണ്ടായിരുന്നു. നിക്കാഹിൻ്റെ ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഫോണ് പെരിയിൽ മറന്നിട്ടാണ്. ഞാനും കുഞ്ഞാനും എടുക്കാൻ വേണ്ടി പോവാണ്. കുഞ്ഞാനും പിന്നെ നല്ല ബ്രദറായതുകൊണ്ട് ഫോൺ എടുത്ത് തിരിച്ച് പോണ വഴി കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ആ ഒരു ഫോൺ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും തൊട്ടടുത്തായതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ അത് ഗിഫ്റ്റ് ബോക്സിലൊന്നും ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല. നേരിട്ടുള്ള കയ്യിൽ അങ്ങോട്ട് കൊടുക്കാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോൺ നിക്കാഹ് ദിവസം ഹാമ്പറിലൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഫോൺ ഞങ്ങളെ കയ്യിൽ കിട്ടാൻ കുറച്ച് വൈകി. നിക്കാഹിൻ്റെ പിറ്റേ ദിവസം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെല്ലുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു വരുമെന്ന് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് ഫുഡായിട്ട് പത്തിരി, പൊറോട്ട, ചപ്പാത്തി, ബീഫ്, ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. ഫുഡുകൾ കഴിഞ്ഞ് ഞങ്ങളൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതെൻ്റെ കുട്ടി സബ്സ്ക്രൈബറാണ്, നിതാടെ മാമൻ്റെ മോളാണ്. നല്ല സ്നേഹമുണ്ട് മക്കൾക്കൊക്കെ നിതാനോട് പോണ്ടാന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ നമ്മളോട് അങ്ങനെ തന്നെ ഉണ്ടോ കുട്ടി പോണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നിതാൻ്റെ അനിയത്തിയാണ്, കുഞ്ഞാനും അടുത്ത് നിൽക്കുന്നത്. നിത പോകുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടോ, കാരണം ഇനി കാണണമെങ്കിൽ ലീവിനൊക്കെ വരുമ്പോഴല്ലേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിതക്കും മോനും പുറത്തൊന്നും അധികം ചുറ്റാൻ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. കാരണം നിക്കാഹ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിതയുടെ ഫാമിലി വീട് കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം പോലെ ഇറങ്ങാമെന്നും പറഞ്ഞ് ഇങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം കറങ്ങാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇനി വരുമ്പോൾ പോകാമെന്നും പറഞ്ഞു ഓൾ അങ്ങനെ പോയിട്ടാണ്. മോനക്ക് എന്തൊക്കെയോ ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.